ഈ വീഡിയോയിൽ സ്കേർട്ടിൻ്റെ താഴെ ഭാഗം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അരഭാഗം ചെയ്യുന്നത് പാർട്ട് 1 ആയിട്ട് കാണിച്ചു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അത് കണ്ടിട്ട് ഈ വീഡിയോ കാണും കേട്ടോ. ഇനി സ്കേർട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് യൂസ് ചെയ്യുന്നത് റെഡ് വെൽവെറ്റ് യാണാണ്. ഇനി റെഡ് യാൺ വെച്ച് ഇതുപോലെ നെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് റെഡ് യാൺ എടുക്കാം. ഈ ഭാഗത്തായിട്ട് അതിനൊന്ന് ജോയിൻ ചെയ്യാനൊരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി റെഡ് യാണിനെ ഇതിലൂടെ ജോയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിന് ഹുക്ക് ഓരോ ചെയിനിലൂടെ ഇട്ട് റെഡ് യാണിനെ അതിലൂടെ പുറത്തേക്ക് എടുത്തു. ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി ഒരു 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് 4ാമത്തെ സ്റ്റിച്ചിലേക്ക് വീണ്ടും ഹുക്കിട്ടു. യാണിനെ അതിലൂടെ സിംഗിൾ ക്രോഷേ ചെയ്തു, ജോയിൻ ചെയ്തു. ഇനി വീണ്ടും ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. എത്ര ഗ്യാപ്പിലായാലും സെയിം, ഇപ്പോൾ 3 സ്റ്റിച്ചോ 2 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരേ അകലത്തിലായിരിക്കണം. പിന്നെ ഓരോ സ്റ്റിച്ച് ഗ്യാപ്പിലും ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഞെറിയായിട്ട് കിട്ടും. ഇപ്പോൾ റൗണ്ട് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഉണ്ടാവുക കേട്ടോ ചെയ്യുമ്പോൾ. ഇനി ലാസ്റ്റ് ഭാഗം ആവാൻ പോവാണ്. ഇങ്ങനെ ചെയിൻ സ്റ്റിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത അതേ ചെയിനിൻ്റെ ഉള്ളിലൂടെ തന്നെ വീണ്ടും ഹുക്ക് കൊണ്ടുപോയി യാണിനെ പുറത്തേക്ക് എടുത്തു. സിംഗിൾ ക്രോഷേ ചെയ്ത് ആ റൗണ്ട് അങ്ങ് കംപ്ലീറ്റ് ആക്കി. ഇനി അവിടെ ഒരു അടയാളം വെക്കണം, തെറ്റി പോവാതിരിക്കാൻ. ഒരു റൗണ്ട് ചെയ്ത് തിരിച്ച് ഇപ്പുറത്തു കൂടെ വന്ന് അവിടെ എത്തുമ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു അല്ലെങ്കിൽ സെക്കൻഡ് റോ കഴിഞ്ഞു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ചെയ്യേണ്ടത്. സാധാരണ ചെയ്യുമ്പോൾ അല്ലാതെ കുറച്ച് ലൂസിൽ ചെയിനിട്ട് യാണിനെ അതിലൂടെ എടുത്ത് പിന്നെ സാധാരണ ചെയ്യുമ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ചിടുക. എന്നിട്ട് വീണ്ടും വലിച്ച് ഹുക്ക് കൊണ്ട് ഇങ്ങനെ വലിച്ചിട്ട് ഒരു നിശ്ചിത അളവിൽ വലിക്കട്ടെ. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. ഇനി അതിനെ ഈ ഓരോ നമ്മൾ ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ എടുത്ത് സിംഗിൾ ക്രോഷേ ചെയ്ത് കണക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ വലിച്ച് 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. വീണ്ടും 2 പ്രാവശ്യം കേട്ടോ ചെയ്യേണ്ടത്. 2 ഇനി വീണ്ടും വലിച്ച് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഇനി അടുത്തതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്തതിലേക്ക് അതിനെ കണക്ട് ചെയ്യുക. ഉള്ളിലൂടെ എടുത്ത് സിംഗിൾ ക്രോഷേ ചെയ്യുക. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇടാം. എന്നിട്ട് വലിച്ച് 2 ചെയിൻ സ്റ്റിച്ച് ഇടുക. വീണ്ടും ഇങ്ങനെ വലിച്ചിട്ട് എല്ലാം ഏകദേശം സെയിം ആയിരിക്കണം കേട്ടോ, നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം.
അപ്പോൾ ആ വരി റൗണ്ട് ഫുള്ള് ചെയ്തു, കംപ്ലീറ്റ് ആവാൻ പോവാണ്. ഇനി ലാസ്റ്റ് ചെയ്യാണ്. നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്തു, സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇനി പിന്നെ അവിടെ നിന്ന് മാറ്റണം കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ റോല് ചെയ്തതിൻ്റെ ആ ഫസ്റ്റത്തെ ചെയിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതോടുകൂടി രണ്ടാമത്തെ റോ കംപ്ലീറ്റ് ആകും. അത് അതിൽ സെൻറ്ററിലേക്കൂടെ ഹുക്ക് കൊണ്ടുപോയി നേരത്തെ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി മൂന്നാമത്തത് സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ പോലെ തന്നെ ആദ്യം അവിടെ നിന്ന് അടയാളം വെക്കാം. നേരത്തെ പോലെ തന്നെ ഒരു ചെയിൻ വലിച്ചിട്ട് ഓരോ ചെയിനിൻ്റെ ഉള്ളിലൂടെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഓരോ സെൻറ്ററിലേക്കാണ് ഇനിയും അടുത്ത സ്റ്റിച്ച് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്ത് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് സെയിം ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ലെങ്ത്ത് കുട്ടികളെ ലെങ്ത്ത് എത്ര വേണ്ടത് നോക്കിയിട്ട് ഇപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ലെങ്ത്തായി. ഇനി ആണ് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്ത് ഒന്ന് യാണ് വലിച്ചെടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ. ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി മിഡി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഓക്കെ, താങ്ക് യു.